സത്യത്തിൽ ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് ഞങ്ങൾ ഇതിനു മുന്നേ കാണുവോ ഒന്നും ചെയ്തിട്ടില്ല. ലവ് മാരേജ് അല്ല, പക്ക അറേഞ്ച്ഡ് മാട്രിമോണി ത്രൂ വന്ന ആലോചന. സത്യത്തിൽ ഇത് എൻഗേജ്മെന്റ് വരെ ആവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഓക്കെ ആയിരുന്നു, ഞങ്ങൾക്കെല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ ചേട്ടന്റെ സ്ഥലം എവിടെയാന്ന് പറഞ്ഞ? എന്റെ സ്ഥലം പത്തനംതിട്ട. അതുകൊണ്ട് തന്നെ എന്റെ വീട്ടുകാർക്ക് ഇത്രയും ദൂരം എന്ന് വെച്ചാ ഇവിടെ നിന്ന് എന്റെ വീട്ടിൽ നിന്നും ആൾക്കാർ അങ്ങോട്ട് പോയി അല്ലേ. ആൾക്കാർ പോയപ്പോഴത്തേക്കും നല്ല ദൂരമാ എന്നൊക്കെ ഉള്ളൊരു നെഗറ്റീവ് വന്നു. അതിനുശേഷം വേണോ, എന്റെ അമ്മയ്ക്കൊന്നും ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഒട്ടും താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ വേണ്ട, അവർക്ക് ഇത്രയും ദൂരം വേണ്ടാന്ന് തന്നെയായി. അതുവരെ ഓക്കെ കുറച്ച് ദൂരമേ ഉള്ളൂ എന്ന് പറഞ്ഞെടുത്ത് ഇങ്ങനെ പോയി കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് ദൂരമായോണ്ട് വേണ്ട, നമുക്കിത് വേണ്ട. എന്നാലും എൻ്റെ കൊച്ചിച്ചനും അവരുടെക്കൊക്കെ എന്ന് വെച്ചാൽ ഫാമിലി കൊള്ളാം. വന്നപ്പോൾ തന്നെ പറഞ്ഞെന്ന് വെച്ചാൽ ഫാമിലി കൊള്ളാം, വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ നല്ല ദൂരമാണ്, ആ ഒരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവം എന്ന് വെച്ചാൽ അമ്മ മോളാണ്. അമ്മയ്ക്ക് മോളെ എപ്പോഴും കാണണം. നമ്മുടെ ഇവിടുന്ന് ഇവിടെ 3 മണിക്കൂർ 3.25 മണിക്കൂർ ട്രാവലുണ്ട്. പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ അടുത്ത് ഓടി വരാൻ പറ്റത്തില്ല, അമ്മയെ കാണാൻ പറ്റത്തില്ല, മോക്ക് അമ്മയെ കാണാൻ പറ്റത്തില്ല. അതൊക്കെയായിരുന്നു ഇഷ്യൂസ്. അതുകൊണ്ടാണ് അവര് വേണ്ടെന്ന് വെച്ചത്. അങ്ങനെ ഞാൻ വേറൊരു കാര്യമാണ്, വരാനുള്ളത് ഒരിക്കലും വഴിയിൽ തങ്ങത്തില്ല, അത് വരിക തന്നെ ചെയ്യും. ഈ കണ്ട ശനി കൊണ്ടേ പോകുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങനെ പിന്നെ രാധു കഠിനമായി പ്രയത്നിച്ച് രാധു ഒന്നുമല്ല സംഭവം. ഇതില് കൊറേ സംഭവങ്ങളുണ്ട് ഗൈസ്, അത് നമുക്ക് പയ്യെ പയ്യെ പറയാം. കാരണം ഇത് ഇന്നൊരു വ്ളോഗിലൊന്നും തീരുന്ന ഒരു ഇതല്ല. അപ്പൊ ആ വിഷയമൊക്കെ എന്താ പറയാ, എങ്ങനെ എനിക്ക് അറിയത്തില്ല ഇത് ഇത്രയും. കാരണം വീട്ടുകാർക്കൊന്നും വലിയ താല്പര്യമില്ല, എന്റെ ഏകദേശം എല്ലാവർക്കും താല്പര്യമില്ല. കാരണം ഇത്ര ദൂരം പറ്റത്തില്ല എന്നുള്ളൊരു ഇതിൽ തന്നെയായിരുന്നു അല്ലേ. പക്ഷെ വേറൊരു കാര്യം, ഞങ്ങൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ടൂറിന് പോയി ഗൈസ്. ഇവിടെ ഹിമാലയിൽ പോയി. ചേട്ടൻ അങ്ങ് പോവുകയും ചെയ്തു. ഞാൻ അങ്ങ് കടലിലും പോയി, ഇവിടെ ഹിമാലയത്തിലും പോയി, പെണ്ണ് കാണല് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ. സത്യത്തിൽ ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് ഞങ്ങൾ ഇതിനു മുന്നേ കാണുവോ ഒന്നും ചെയ്തിട്ടില്ല. ലവ് മാരേജ് അല്ല, പക്ക അറേഞ്ച്ഡ് മാട്രിമോണി ത്രൂ വന്ന ആലോചന. അങ്ങനെ ഒരു ഇതാ. പക്ഷെ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഒരു ലവ് മാരേജ് പോലത്തെ സ്റ്റോറിയാണ് ഞങ്ങളുടേത്. ആക്ച്വലി ലവ് അല്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. മാട്രിമോണി കുറച്ച് സമയം ഒരു 2 വട്ടം ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തു, ഒരു പെണ്ണ് കാണല്, പിന്നെ പോകുന്ന ടൈമിൽ. അങ്ങനെ 3 തവണ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അതും കുറച്ച് അരമണിക്കൂർ 1 മണിക്കൂർ അത്രയൊക്കെ കൂടി വന്നാൽ ഞങ്ങൾ ആ ഒരു 3 കാഴ്ചകളും കൂടെ 3 തവണയും കൂടെ കൂട്ടി ഒരു അത്രയൊക്കെ ഉള്ളു. അതിൽ കൂടുതൽ ഞങ്ങൾ കണ്ടിട്ടോ വേണ്ടിയിട്ടോ ഒന്നുമില്ല. പിന്നെ എന്താ പറയുന്നത്, പക്ഷേ ഇതെന്ന് പറയുന്ന ഒരു ലവ് സ്റ്റോറി പോലാണ് പിന്നെ അങ്ങോട്ട് കടന്നു പോയത്. ഇതൊരു ലവ് മാരേജ് ആണെന്ന് ചോദിച്ചാൽ ലവ് മാരേജ് പോലാണ്, എന്നാ അറേഞ്ച്ഡ് ആണ്. പക്ഷെ എല്ലാം ട്വിസ്റ്റ് ആണ്. നമ്മൾ പോലും വിചാരിക്കാണ്ടാണ് സത്യം പറഞ്ഞ ഇതുവരെ എത്തിയത്. സത്യം പറഞ്ഞത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതൊക്കെ ഇതുവരെ എത്തുമെന്നോ. ഓരോ കാര്യങ്ങള് എനിക്ക് സത്യം പറഞ്ഞ എൻഗേജ്മെന്റ് കഴിഞ്ഞത് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കും എൻഗേജ്മെന്റ് കഴിഞ്ഞ കഥയൊന്നും പറയില്ല, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്തായാലും ഒരുപാട് കഥകളുണ്ട്. കാരണം അത്രയ്ക്ക് ഗംഭീര ട്വിസ്റ്റുകളൊക്കെ ഉള്ള ഒരു സത്യം പറഞ്ഞാൽ എങ്ങനെ കഴിഞ്ഞു എത്തില്ലേ. അതെ. പിന്നെ അപ്പൊ ഇനി ഇത് ചേട്ടന്റെ സൈഡ് സ്റ്റോറി. ഇനി എന്റെ സൈഡ്. എന്റെ വീട്ടില് എനിക്ക് വരുന്നത്, ഈ പ്രപ്പോസൽ വന്നിട്ട് ഡിസംബർ 26-നാണ്. നമ്മുടെ എന്റെ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ തിരിച്ച് അന്ന് എന്തോ മറ്റേ മണ്ഡല വിളക്കോ എന്തോ ഉണ്ടല്ലോ ഡിസംബറില്. അത് കഴിഞ്ഞിട്ട് ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ളത്
മണ്ഡല വിളക്കില്ലേ, അതിന്റെ അന്നാ കാണണേ. അന്ന് അമ്മ വിളിക്കുന്നു, ചേട്ടന്റെ അമ്മ എന്റെ അമ്മയെ വിളിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ വീട്ടിലോട്ട് പോകുന്നതേ ഉള്ളൂ, വീട്ടിൽ ചെന്നിട്ട് വിളിക്കാന്ന് പറഞ്ഞു. ഇതൊക്കെ കോമഡി എന്ന് പറഞ്ഞാൽ ചേട്ടന്റെ ഫോട്ടോ കാണിച്ചു തന്നു. ഞാൻ അങ്ങ് റിജക്ട് ചെയ്ത് ചേട്ടന്റെ 4 വട്ടം ഫോട്ടോ കാണിച്ച് ഞാൻ അർഹിക്കുന്നില്ല, ഇവിടെ അർഹിക്കുന്നില്ലെന്നോ. 4 വട്ടം ഞാൻ ചുമ്മാ ഞാൻ റിജക്ട് അടിച്ചു. ഇവിടെ ഫോട്ടോ കണ്ടപ്പോഴാണ് എനിക്ക് ഇവിടെ വേണ്ട. 4 പ്രാവശ്യം ചുമ്മാ ഞാനാണ് റിജക്ട് അടിച്ചത്, ഞാനാണ് റിജക്ട് അടിച്ചത്. ഞാൻ പറഞ്ഞു വേണ്ട, ഫോട്ടോ കണ്ടപ്പോഴും വേണ്ട. ഞാൻ പറയട്ടെ, സംഭവം അങ്ങനെ അതാ. അപ്പൊ വന്ന് പറഞ്ഞത് 4 പ്രാവശ്യം അമ്മ ഇങ്ങനെ വേണ്ട, ഫസ്റ്റ് വേണ്ട, നമുക്ക് ഇത്ര ദൂരം പറ്റത്തില്ല, പത്തനംതിട്ടയാണ്, അതുകൊണ്ട് ആദ്യമൊക്കെ അമ്മയോട് പറഞ്ഞ് ഇല്ല വേണ്ട എന്ന് എന്റെ അമ്മ പറഞ്ഞു. പക്ഷെ എന്റെ ലുക്കിൽ അവള് വീണുപോയി, എന്ത് ചെയ്യാനാണ്. അങ്ങനെ 2ാമത്തെ പ്രാവശ്യം അമ്മ, ചേട്ടന്റെ അമ്മ, ഞാൻ ബിന്ദു അമ്മ എന്ന് പറയാം, ബിന്ദു അമ്മയും എന്റെ അമ്മയുടെ പേരും ബിന്ദു കേട്ടോ, 2 അമ്മമാരും പേര് അപ്പൊ ബിന്ദു അമ്മയാണെങ്കിൽ വീണ്ടും വിളിക്കുന്നു അമ്മേനെ. അപ്പം ഇല്ല പറ്റത്തില്ല. അപ്പത്തേക്ക് വീണ്ടും 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ബിന്ദു വിളിച്ചിട്ട് പറഞ്ഞു നോക്ക് ദൂരമൊന്നും ഇല്ല, ഞങ്ങളിപ്പോ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഏകദേശം കൂടി പോയ ഒരു 2 ഒക്കെ വരത്തുള്ളൂ, 2 കിലോമീറ്റർ ഒക്കെ വരത്തുള്ളൂ. അത്ര 2 കിലോമീറ്ററാ? 2 കിലോമീറ്റർ സോറി, 2 മണിക്കൂറത്തെ യാത്രയൊക്കെ വരത്തുള്ളൂ. 2 മണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ. അപ്പം ആ സമയത്താണ് അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നത്, അറിയോ ഇതാണ് സ്ഥലം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ അവിടെ ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അടുത്താന്നൊക്കെ പറഞ്ഞപ്പോ ഓക്കെ നോക്കാം. അങ്ങനെയാണ് ഫോട്ടോ വീണ്ടും കാണിച്ചു തരുന്നത്. ഈ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞ ചേട്ടൻ ഈ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഒരുമാതിരി ഫോട്ടോ കൊടുത്തിരിക്കുകയാണ്. സൂപ്പർ ഫോട്ടോ ആയിരുന്നു. അപ്പം പറഞ്ഞ എനിക്ക് വേണ്ടമ്മ ഇത് നടക്കുന്നില്ല. അപ്പോൾ ഗായ്സ് കുറച്ച് ബിസിയായി പോയി, വേറൊന്നുമല്ല, എൻ്റെ പ്രോജക്റ്റിൻ്റെയും റിപ്പോർട്ടിൻ്റെയും ഇൻറ്റേൺഷിപ്പിൻ്റെയൊക്കെ ആയിട്ട് ബേക്കായിരുന്നു. അപ്പം ചെയ്തതൊന്നും ശരിയായില്ല, പിന്നെയും കുറേ മാറ്റങ്ങളൊക്കെ ചേഞ്ചൊക്കെ വരുത്തണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ബേക്കായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇന്നലെയാണ് ഇടാമെന്ന് പറഞ്ഞിരുന്നത്. സംഭവം അതിന് എൻ്റെ അമ്മയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റൽ വരെ പോയിരുന്നു, അമ്മയ്ക്ക് വയ്യായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഇന്നലെ ഇടാതിരുന്നത്. അപ്പം നാളത്തെ പാർട്ട് ഇതിൻ്റെ ബാക്കി പാർട്ട് ഞാൻ എന്തായാലും നാളെ തന്നെ ഇട്ടേക്കാം. പിന്നെ നാളെ ഒരു കാര്യമുണ്ട്, അപ്പോൾ അതും കൂടെ പറയാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. അപ്പോൾ ലൈക്ക് ഇടാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് പാർട്ട് 1 കാണാൻ മറക്കല്ലേ. സംഭവം ചേട്ടൻ വിചാരിച്ചത് ഈ കല്യാണം വള്ളിയാണ്